അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ അതിന് 4-5 ഫീച്ചേഴ്സാണുള്ളത്. നമ്മൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന ഇൻഡിക്കേറ്റർ എന്താ? അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അതിന് കുറഞ്ഞത് ഒരു 4 ഫീച്ചേഴ്സ് ഉണ്ടാകും. ഒന്ന്, നിങ്ങൾക്കൊരു സങ്കടം വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ടാകും. ഉടനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. സാന്ത്വനത്തിൻ്റെ ദൈവജനത്തിൻ്റെ പ്രത്യേകതയാണ് സാന്ത്വനം. അപ്പോൾ സാന്ത്വനത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറയത്തില്ലേ? ഈ സാന്ത്വനം കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, വേർഡ് ഓഫ് ഗോഡിലൂടെ മാത്രമേ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ സാധാരണ. അത് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സാന്ത്വനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വചനം അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വായിക്കാൻ പറയണത്. ഇൻ കേസ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി നിങ്ങൾ പെട്ടുപോയാൽ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങളോട് പറയണത് വചനത്തിൻ്റെ മീഡിയ ഉപയോഗിച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കണം. ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വായിക്കാം. അല്ല ആദ്യം മുതൽ അവസാനം വരെ വായിക്കണമെന്ന് നിർബന്ധമില്ല. തുറക്കുമ്പോൾ സങ്കീർത്തനമോ സുവിശേഷമോ എന്താണ് നിങ്ങൾക്ക് ദൈവം തരണത് അത് വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. അത് ഈ കത്തോലിക്കർ മാത്രമേ പറയത്തുള്ളൂ മനസ്സിലാകണില്ലെന്ന്. ബാക്കി എല്ലാവരും പറയും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്താ കാര്യമെന്ന്. ഇത് വായിക്കാൻ ഭയങ്കര പാടാണ്, മനസ്സിലാകുന്നില്ലെന്ന് കൂടുതൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് എല്ലാം കത്തോലിക്കരാണ്. പെട്ടെന്ന് മനസ്സിലാകുമെന്ന് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്താ കാര്യത്തിനാൽ ഇതിൻ്റെ മനസ്സിലാകേണ്ട ഒരു അഭിഷേക തലമുണ്ട്. അതിന് ഒരു അഭിഷേക തലമുണ്ട്. ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതാണ്. അതിന് ഉപയോഗിക്കുന്ന ലളിതമായ വാക്കുകളാണ് ബൈബിളിലുള്ളത്. ഞാൻ ഈ ദിവസം അനു വിജയൻ്റെ ഒരു സാക്ഷ്യം കേൾക്കിയിരുന്നു. അപ്പോൾ അനു വിജയനെ സംബന്ധിച്ചിടത്തോളം അവൾ പണയം വെച്ച് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണമാല പണയം വെച്ച് ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം തന്നെ അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ഇൻവെസ്റ്റ്മെൻറ്റായി. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ സത്യസന്ധമായാൽ പെട്ടെന്ന് അടയാളങ്ങൾ സ്പീഡപ്പാകും. ദൈവത്തിന് ഒരു സംശയം തോന്നരുത്. ഓരോരുത്തരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുറവൊന്നും വേണ്ട, എന്നാൽ നമുക്ക് ആലപ്പുഴ പോയേക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഉടമ്പടി എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ദൈവത്തിന് അറിയാം അതൊരു ഫേക്ക് കേസാണ്. അവർക്ക് ഇതുകൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. അവർക്ക് അത്ര ഉണ്ട് വലിയ ഇതിനകത്ത് ആശ്രയിക്കണമെന്നുമില്ല. ഇപ്പോൾ എല്ലാവരൊക്കെ എടുക്കുന്നുണ്ടല്ലോ, കൂട്ടുകാരും നാട്ടുകാരൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടാവേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാധാരണ ലെവലിലെടുക്കും. അപ്പോഴും ദൈവത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരേ വാക്കാണ്. ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഉഭയകക്ഷി ആയിട്ടുള്ളൊരു ധാരണാപത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കക്ഷിയാണ് അവിടെ. പ്രാർത്ഥനയും നമ്മളൊരു കക്ഷിയല്ല. ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, നിബന്ധനകളൊന്നുമില്ല. ഉടമ്പടി വരുമ്പോൾ നമ്മളൊരു ഈക്വൽ പാർട്ട്ണറായിട്ട് വരും, ഒരു തുല്യ പങ്കാളിയായിട്ടാണ് വരണത്. ഈ തുല്യ പങ്കാളി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഉടമ്പടി വാഗ്ദാനങ്ങളുടെ അവകാശികളായിട്ട് വരും. അത് 1-2 വാഗ്ദാനമല്ല. ദൈവം ലോകം സൃഷ്ടിച്ച കാലം മുതൽ
മനുഷ്യരാശിയുടെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതാത് കാലത്ത് കൊടുത്തിരിക്കുന്ന അപ്ഡേഷനോട് കൂടിയിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് മുഴുവൻ നമ്മൾ അവകാശികളായിട്ട് വരികയും. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വി ആർ നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. അറിയത്തില്ല നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത് കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ പോകാം. പക്ഷേ ഉടമ്പടി അത് പോകത്തില്ല, പോകേണ്ട കാര്യമില്ല. കാര്യം അത് ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു സീരിയസ്നെസ് എന്ന് പറയണത്, നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ആ നിബന്ധനകളെ കൃത്യമായിട്ട് പാലിച്ചെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഉറപ്പ് വരുമ്പോൾ നമ്മുടെ ക്ലെയിം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ക്ലെയിം. അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛൻ പറഞ്ഞത് കണ്ണ് കാണാൻ പാലാത്തവരൊക്കെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവരാദ്യം കണ്ണ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കും. ബൈബിൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരും, ബൈബിൾ വായിച്ചാൽ ഇല്ല കണ്ണ് കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞ് വീട്ടിലിരിക്കാൻ പോയി വല്ല കാര്യമുണ്ടോ കെട്ടിയെടുത്തേക്കൊണ്ട് വരാൻ. അല്ല, കണ്ണ് കാണാൻ പാടില്ലാത്തവരും ഉടമ്പടി എടുക്കരുത്. എടുക്കുകയാണെങ്കിൽ മര്യാദക്ക് വീട്ടിൽ കണ്ണ് കാണാവുന്ന ആൾക്കാരെ കൊണ്ട് വചനം വായിച്ച് കേൾക്കണം, അല്ലാതെ അഭ്യാസം കാണിക്കരുത്. കണ്ണ് കാണാവുന്ന പേരക്കിടാക്കളില്ലേ, അവരെ കൊണ്ട് ബൈബിൾ വായിച്ച് അരമണിക്കൂർ കേൾക്കാമെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവൂ. കാര്യം വെച്ചാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വരുമ്പോൾ ഉടമ്പടി ദൈവം ഏത് സമയത്ത് നമ്മളോട് സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടയാളങ്ങൾ കാണും, ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും. ഇതൊന്നും ഒരു പുത്തരിയല്ല, ഒരു പഞ്ഞമുള്ള കാര്യമല്ല. ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ്റെ പദ്ധതിയാണ്. ദൈവം എങ്ങനെ കാണിക്കും? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്, കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളെ ധരിപ്പിക്കുന്നതിനാണ് ദൈവം സ്വപ്നം ഉപയോഗിക്കും, ദർശനം ഉപയോഗിക്കും, അടയാളം ഉപയോഗിക്കും. പിന്നെ ഞാൻ കൂടെ ഉണ്ട്, നീ ഇപ്പം സങ്കടമാണെങ്കിലും അത് മാറിക്കൊള്ളും, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്വർഗീയ സുഗന്ധമായിട്ട് അനുഭവിക്കാൻ പറ്റും. ഇത് ഒരു ദിവസം ഒരു 5-10 സാക്ഷ്യം എടുത്താൽ 5-ൻ്റെത്തും കമ്മ്യൂണിക്കേഷനുണ്ട്. ഇതിനൊന്നും ഒരു സീനിയോറിറ്റി ഒന്നും അല്ല പ്രശ്നം, ഫിഡലിറ്റിയാണ് പ്രശ്നം. ഇപ്പം ഞാൻ 85 കൊല്ലമായി കത്തോലിക്കനാണ്, അല്ലെങ്കിൽ ഞാൻ 65 കൊല്ലമായി കത്തോലിക്കനാണ്, ആ ശുശ്രൂഷയിൽ ചെയ്ത് നിലനിന്ന് പോവുകയാണ്. അതൊന്നും സീനിയോറിറ്റി അല്ല ഇന്നത്തെ വിഷയം. ചിലപ്പോൾ ആദ്യമായിട്ടാണ് നീ ജന്മത്തിൽ ഉടമ്പടി എടുക്കുന്നത്. നീ വിശ്വസ്തതയാണ് പ്രശ്നം, ഫിഡലിറ്റിയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നീ വിശ്വസ്തയാണെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫയറാകും. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാൻ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. അവിശ്വസ്തതയുടെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ. അങ്ങയുടെ നാമത്തെ ഓർത്ത് സംരക്ഷിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുവാനുള്ള ഈ അഭിഷേകം ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി ഞങ്ങൾക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ അനുവിജയൻ ഈ ടൈം ഷോർട്ടണിങ്ങിൻ്റെ ഒരു നല്ല സാക്ഷ്യമാണ്. ഓരോ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ അവർ സിൻസിയർ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ആദ്യം പറഞ്ഞത് എന്താണ്, ഫിഡലിറ്റി. പിന്നെ വരുന്നത് സിൻസിയറിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് ഇത് ഫയറാക്കണത്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും നിലവിളിച്ച് ദൈവത്തെ പഠിപ്പിക്കാവുന്ന ഒരു കണിയും നടക്കത്തില്ല. നിങ്ങളുടെ നിലവിളി കുറേ ദൈവം കണ്ടിട്ടുള്ളതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ
തോന്നിവാസം കാണിക്കണം ദൈവം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കണ്ണീര് കള്ളക്കണ്ണീരാണെന്നുള്ളത് കാര്യം ഒരിക്കൽ കണ്ണീരിട്ട് കാര്യം സാധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ദൈവത്തിനെതിരെ ജീവിക്കും. പിന്നെ കണ്ണീര് വരുമ്പോൾ ദൈവം പറയും ഇത് കള്ളക്കണ്ണീരാണ്, ഇപ്പോൾ കാര്യം കാണാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള അഭ്യാസമാണെന്ന് പറയും. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് ഒരിക്കൽ നിങ്ങൾ കണ്ണീരിട്ട് ദൈവത്തിലേക്ക് കാര്യം സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആന കുനിയെന്നൊക്കെ പറയും, ബൈബിളൊക്കെ കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണേക്കെ. പക്ഷെ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കാര്യം കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ ദൈവത്തെ മറക്കും, മറന്നതുപോലെ ജീവിക്കും, അല്ലെങ്കിൽ മറന്നതുപോലെ പെരുമാറും, മനുഷ്യത്വം പോലും ഇല്ലാത്ത മര്യാദയില്ലാതെ പെരുമാറും, പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കും. പിന്നെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ കണ്ണീരിടും. അപ്പോൾ ദൈവം പറയുന്നത് കള്ളക്കണ്ണീരാണെന്ന് പറയും. അതായത് കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ലോകത്ത് കള്ളക്കണ്ണീരെന്ന് പറയണത് അഭിനയിപ്പിച്ച് ഗ്ലിസറിനടിച്ച് കരയണനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കണ്ണീര് വരുന്നില്ല എങ്കിലും ഏങ്ങി നേടും. ചില ആൾക്കാരുണ്ടല്ലോ, ചില അപ്പന്മാരൊക്കെ മരിക്കുമ്പോൾ ഞാനൊരു 1600 പണമെടുത്ത് മരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില പെമ്മക്കളെ കെട്ടിച്ച് വിട്ടവളെ ആ ഒരു പോക്കും പോയി കളയും. പിന്നെ അപ്പനെയും നോക്കത്തില്ല അമ്മനെയും നോക്കത്തില്ല. എന്നിട്ട് അവളൊക്കെ വല്ലപ്പോഴുമൊക്കെ അപ്പനൊക്കെ കിടപ്പായി കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ വരും. വന്നിട്ട് എന്ത് ചെയ്യും? ചുറ്റും നടന്നുള്ള ബന്ധുക്കളെ മുഴുവൻ കാണും. ആദ്യം ആ ചെറിയ ബാഗും പിടിച്ചുകൊണ്ട് വാനിറ്റി ബാഗും പിടിച്ചു. ഇതിലെല്ലാം അയ്യോ അമ്മയുടെ കാര്യം കഷ്ടമാണ്, എന്ത് ചെയ്യാനാണ്, ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. ഇവിടെ കൊണ്ടുപോകത്തില്ലേ? ഇങ്ങനെ കുറേ കിളവൻ ഭർത്താവൊക്കെ പറയും ഇവിടെ കൊണ്ടുപോകത്തില്ല, ചത്ത കൊണ്ടുപോകത്തില്ല, ഇവൾ കയറിയിട്ടില്ല. ഇപ്പം ചാകുമെന്ന് ഉറപ്പായപ്പോൾ ബന്ധുക്കളെല്ലാം ക്യാൻവാസ് ചെയ്യണവൾ. എന്താണ്? ഞാൻ വരുമ്പോൾ ഇനി അപ്പൻ്റെ അടുത്ത് പോയില്ലെങ്കിലും ബന്ധുക്കളടുത്ത് കൃത്യമായിട്ട് പോകും. അല്ലെങ്കിൽ വിളിച്ച് ബന്ധുക്കളോടൊക്കെ പറയും, ഓരോ കാര്യങ്ങൾ പറയും. അപ്പോഴങ്ങനെ വരുമ്പോൾ ബന്ധുക്കൾ ഓർക്കും ഇവരാണ് ഈ അപ്പനെ നോക്കണമെന്ന്, ഇവളാണ് ഈ അപ്പനെ നോക്കണമെന്ന് നോക്കും. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര കരച്ചിലുണ്ട്. കറുത്ത ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം മരിക്കാൻ വേണ്ടി, ആ സമയത്ത് ഇടാൻ വേണ്ടി. എന്നിട്ടൊരു വല്ലാത്ത കരച്ചിലുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇടവക വികാരി കാരണം ഇനി അപ്പനെ നോക്കി ആരാണ് അമ്മ നോക്കി ആരാണെന്ന് അറിയാം. അപ്പോഴേ അവിടുത്തെ ആ മരുമകളായിരിക്കും അപ്പനെ നോക്കിയിരിക്കണം അവസാന കാലങ്ങളിൽ. അവളല്ല ഞാനാണ് നോക്കിയതെന്ന് പെണമെടുക്കാമെന്ന് ആൾക്കാർ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ കിടന്ന് മോങ്ങണം ഇപ്പോൾ ഈ അഭ്യാസം കാണിക്കണത്. അമ്മയാണ് മരിച്ചു കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കമന്നടിച്ച് അമ്മയുടെ പിണത്തിനടുത്ത് വീണച്ച് കമ്മലടിച്ചിട്ട് പോകും. എന്തെല്ലാം അഭ്യാസങ്ങളാണ്! എല്ലാ പെമ്മക്കളും ഇങ്ങനെ പറയുകയല്ല. ഇതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയണത്. പക്ഷേ ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അതല്ല. ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറയണത് എന്താണ്? അതായത് നമ്മൾ ഒരിക്കൽ കരഞ്ഞ് ദൈവത്തിലേക്ക് എന്ന് കാല് പിടിച്ച് കാര്യം കണ്ട്, എന്നിട്ട് നമ്മൾ തോന്നിവാസം ജീവിച്ച് ദൈവം ഇല്ലാത്ത പോലെ ജീവിച്ച്, പിന്നെ ഒരു ദിവസം ഒരു വിഷയം വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ ആ നമ്പർ എടുക്കും. അതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കാര്യം അപ്പോൾ ദൈവം പറയും, ദൈവം എപ്പോഴും ഇവിടെ നിങ്ങളെ എനിക്കറിയാമെന്ന് പറയും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ഭയങ്കര ക്യാപിറ്റൽ വേർഡാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. ഉടമ്പടിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണിത്. എന്താണ്? യോഹന്നാൻ 5:42. എന്താണ്? എനിക്ക് നിങ്ങളെ അത് തന്നെ ഓർഡർ തമ്മവ ആളറിയാം. അത്ര എനിക്ക് നിങ്ങളെ അറിയാം എന്ന് വെച്ചാൽ നിങ്ങളെ പഴയ ചരിത്രം അറിയാമെന്ന് പറയണം. ഒന്നും മറക്കത്തില്ല, അല്ലേ? കുഴപ്പം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മറക്കത്തില്ല. നിങ്ങൾ മറന്നു പോകും. പക്ഷെ മറ്റത് അവിടെ ക്ലിയർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക, രജിസ്റ്റേർഡാണ് സംഭവം. നിങ്ങൾ ഈ രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലെടുത്തായിട്ട് മാറരുതേ. നിങ്ങളുടെ തലയിലെടുത്ത് നിങ്ങൾ തന്നെ തിരുത്താൻ നോക്കണം. കാര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അഭ്യാസങ്ങളും ആ വ്യക്തികൾ തന്നെ ഇന്നും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോഡായിട്ട് രജിസ്റ്റേർഡാണ്. നിങ്ങളുടെ പേരടിക്കുമ്പോൾ തന്നെ ഫ്രോഡെന്ന് അടിച്ചു വരും, കള്ളത്തരമാണ് കയ്യിരിക്കണമെന്ന് വരും. അതുകൊണ്ടാണ് സത്യസന്ധത, ആത്മാർത്ഥത ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറണത്. സത്യസന്ധത. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ സത്യത്തിലേക്കാണ് ദൈവം വിളിക്കണത്. പിന്നെന്താണ്? ആത്മാർത്ഥത്തിലേക്കാണ് വിളിക്കണത്. അതിന് ദൈവം പുതിയ മനുഷ്യൻ എന്ന് പറയും. പുതിയ മനുഷ്യൻ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സംജ്ഞയാണ് പുതിയ മനുഷ്യൻ. നിങ്ങൾ പറഞ്ഞില്ലേ ഈ വീട് ഇരുട്ടുകുത്തി കിടക്കുകയാണ്, ഇത് കയറുമ്പോൾ തന്നെ നെഗറ്റീവ് പവറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കള്ളത്തിലൊക്കെ പറയത്തില്ലേ? കുറേ ആൾക്കാരിങ്ങനെ അടിച്ച് തലക്കയറ്റിട്ടിരിക്കണേ. അവിടെ നെഗറ്റീവ് പവറാണ്. ഒരു മണ്ണാങ്കട്ടയില്ല. മര്യാദക്ക് നിങ്ങൾ സത്യസന്ധരായി കഴിഞ്ഞാൽ, ദൈവദൃഷ്ടി ആത്മാർത്ഥമായി കഴിഞ്ഞാൽ വെളിച്ചം എങ്ങനെ വരുമെന്നറിയാം. ഇപ്പോൾ അനുവിജയം തന്നെ എന്താ പറയണത്? എൻ്റെ വീട്ടിൽ ഇരുട്ടായിരുന്നു,
ഇപ്പോഴും കർത്താവിൻ്റെ വെളിച്ചം വീശെന്ന് പറഞ്ഞത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, അങ്ങേയ്ക്ക് ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. വെളിപാട് 21:1. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. കടലും അപ്രത്യക്ഷമായെന്ന് പറയുമ്പോഴേ ബൈബിളിൽ എപ്പോഴും ഈ കടല് സങ്കടങ്ങളുടെ ഒരു പ്രതീകമാണ്. ഈ സങ്കടങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു സമയമുണ്ട്. ഒരു വ്യക്തി ദൈവസ്നേഹം നിറഞ്ഞ് ആ ദൈവസ്നേഹത്തിൽ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സങ്കടമായിട്ട് അനുഭവിക്കാത്തൊരവസ്ഥ വരും. ഇതിനാണ് പുതിയ ആകാശം എന്നൊക്കെ പറയണത്. നമ്മുടെ മുമ്പിലുള്ള അപ്പൻ രോഗിയായിട്ടായിരിക്കാം, ചിലപ്പോൾ രോഗം മാറി കാണത്തിലിരിക്കും, പക്ഷെ നമ്മൾ മാറി ആ രോഗത്തെ കാണാനുള്ള നിരാശ, സങ്കടം, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ മാറി പുതിയ ആകാശത്തിലേക്ക് വരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ വചനം സത്യസന്ധമായി ആത്മാർത്ഥമായി പാലിക്കുന്നതിലൂടെ അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തയായി ജീവിക്കുന്നതിലൂടെ എനിക്ക് ദൈവസ്നേഹത്തിന്റെ ആന്തരിക അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉടമ്പടി നിബന്ധനകള് സ്ഥാപനത്തിലൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അതായത് നിങ്ങൾ ഉടമ്പടിയുടെ ആന്തരിക അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ ഒരു പത്രം നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ മഴയാണ്, ഓട്ടോറിക്ഷക്കാരുടെ അടുത്താണ് പോയി പത്രം കൊടുക്കണമെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ വീട്ടിൽ പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ അപ്പൻ നിങ്ങൾക്കെതിരാണ്. അപ്പോൾ അപ്പൻ എവിടെയെങ്കിലും പോട്ടെ, എന്നിട്ട് ഞാൻ പത്രം കൊണ്ട് ഇറങ്ങാം. അല്ലെങ്കിൽ അപ്പൻ ചുമ്മാ വേണമെങ്കിൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കും, പുള്ളിയെ തന്നെയാണ് വിളിക്കണമെങ്കിലും വെറുതെ എന്തിനാണ് തന്തയ്ക്ക് വിളിയാക്കണം? അപ്പനെ തന്നെയാണ് വിളിക്കണത് അപ്പൻ. പക്ഷേ എന്തിനാണ് രാവിലെ പുള്ളിക്ക് പണി ഉണ്ടാക്കണത്? പുള്ളി പോട്ടെ പോയിട്ട് പത്രം കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കണ്ട, നിങ്ങളുടെ വികാരം എന്താണ് ഉള്ളിൽ? ഉൾക്കണ്ട, സങ്കടം, അല്ലെങ്കിൽ കാണുക, ഒരു പറയുക, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർത്താൽ മതിയായിരുന്നു ഈ സാധനത്തിന്. അപ്പോൾ നിങ്ങൾ കവനൻ്റിലായിട്ടില്ല. കവനൻ്റിലാകണമെങ്കിൽ സന്തോഷം ഫീൽ ചെയ്യും. നഷ്ടപ്പെടുന്ന എല്ലാത്തിനും രോഗികളെ കാണാൻ പോകുമ്പോൾ ഭയങ്കര പ്രസരിപ്പായിരിക്കും. നിങ്ങൾ കവനൻ്റിലാണോ ഇല്ലേ എന്നുള്ള ഇൻഡിക്കേറ്ററാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് കവനൻസ്, അതായത് കവനൻ്റിലാണോ ഇല്ലയോ എന്നുള്ള സൂചന. അതിൽ ഒരു സാധനം ആന്തരിക സന്തോഷമാണ്. രോഗികളെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ രോഗികളുടെ അനാഥാലയത്തിൽ പോയി നഖം വെട്ടി കൊടുക്കുന്നു, ഉടുപ്പ് അലക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ത്രില്ലടിക്കും, നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അപ്പോൾ ആന്തരിക സന്തോഷം. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആത്മാവിൻ്റെ കൃപ കിട്ടി, നിങ്ങൾ കർത്താവിൻ്റെ ലൈനിൽ ഉടമ്പടിയിലാണ്. അതറിയണമെങ്കിലേ വിശേഷം 13:44 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ഒരുമിച്ച് പാടാം.
സ്തോത്രമേ. ഒരുമിച്ച് പാടാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷാപരത്തോടെ പക്ഷാപരം ലഭിക്കുന്നവരാ. ദൈവസ്നേഹത്തോടെ ദിവ്യകാരുണ്യ വിശ്വാസത്തോടെ ആന്തരികമായ സന്തോഷം പാടുമ്പോഴും ഉണ്ടാകണം. ഒക്കെ ഫീൽ ചെയ്യണം. ദൈവത്തെ ആരാധിക്കുകയാണെന്ന് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആന്തരികമായ ഒരു സന്തോഷം ഉണ്ടാകട്ടെ. ഇത് ഇവിടെ 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട വചനമാണ്. ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് കണക്റ്റഡാണ് അത്. എന്നുവെച്ചാൽ ഇത് മത്തായിയുടെ സുവിശേഷമാണ് 13:44. അല്ല, ദൈവരാജ്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഭരണം, റെയിൻ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവഭരണം ഉറപ്പ് വരുത്തിയാൽ ഉടമ്പടി എണ്ണയിട്ട് യന്ത്രം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി ഉറപ്പ് വരുത്തിയിട്ട് ദൈവരാജ്യത്തേക്കാൾ പോണതിനേക്കാൾ നല്ലത് ദൈവരാജ്യം ഉറപ്പ് വരുത്തിയിട്ട് ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ദൈവരാജ്യം എന്താണ് ഒരു വിഷയം. ഇപ്പം ഇന്നലെ ഒരു കേസ് ഞാനെടുത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് വഴക്കിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് വെച്ചിട്ട് തിരിച്ചു വന്ന ആളോട് ചോദിച്ച്, നിങ്ങൾ പോയി വിളിക്കുവാന്ന്. വിളിക്കത്തില്ല. അത് എന്ത് മാതാവിനെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന പാപ്പടമ്മ വിളിക്കത്തില്ല. പുള്ളിക്കാർ ഈക്കുണ്ട്. അത് ലോകരാജ്യം എന്ന് പറയും. എന്നുവെച്ചാൽ അയാളുടെ അധികാരം. കാര്യം ഞാൻ പോയി വിളിച്ചോണ്ട് വന്നാൽ അവിടെ അമ്മായിയമ്മ ഇരിപ്പുണ്ട്. അവിടെ എന്താണ്, അങ്ങനെ വരട്ടെ, അവസാനം പട്ടി വന്ന പോലെ നീ വന്നില്ല, നിന്നെ വരത്താൻ എനിക്കറിയാവുന്ന അമ്മായിയമ്മ അവിടെ ഇത് പറയും. അപ്പോൾ അവരെ ചവിട്ടിക്കിറാൻ വേണ്ടി ഇയാൾക്ക് തോന്നും. അതുകൊണ്ട് ആ അഭ്യാസത്തിൽ ഞാനില്ല. അവൾ വരണേ വന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ്. ഇവിടെ ദൈവരാജ്യം ഇല്ല. മനസ്സിലായില്ലേ? ദൈവരാജ്യം എന്ന് പറയണത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, സ്വന്തം ദൈവഭരണത്തിന് വേണ്ടി സ്വന്തമായിട്ട് അടിയുറ വെക്കണം. അവിടെ അഹങ്കാരമില്ല, ക്ഷമയുണ്ട്. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻറ്റ് വൈസ് ക്ഷമ എന്താ? മഹാത്മാഗാന്ധിയുടെ ക്ഷമയല്ലേ ബൈബിളിലെ ക്ഷമ? കണ്ടൻറ്റ് വൈസ് ഒരു ക്ഷമ എന്ന് പറയുന്നത് കണ്ടൻറ്റ് വൈസിൽ അതിൻ്റെ അകത്ത് ചേരുവകര് ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. മനസ്സിലായ? ഞാൻ മണ്ണോളം ക്ഷമിച്ചതൊക്കെ പറഞ്ഞതല്ല പ്രശ്നം. സഹിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? കുരിശിലെ കർത്താവിനുള്ളതാണ് സഹിക്കുന്ന സ്നേഹം. ഈ സഹനം മുഴുവനും എന്തിനു വേണ്ടിയാണ്? നമ്മളുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ സഹനം ഫീൽ ചെയ്യുന്നില്ല. ആളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ് ഉള്ളത്. നമ്മളാണ് ദുഃഖമാണെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി വെറുതെ കണ്ണിൽ നടത്തുന്നത്. ആളുടെ ഉള്ളിൽ ആ സമയത്ത് ഐസയ 53:10. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ആരാണ്? പിതാവായ ദൈവം പറഞ്ഞ അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, ഈ ക്ലേശത്തിൻ്റെ ഒരു ഭാഗം നമുക്കുണ്ടാകുന്ന ക്ലേശം എല്ലാം അങ്ങനെയല്ല, ഒരു ഭാഗം ദൈവദത്തമാണ് അതിനകത്ത് വരുന്നത്. അതിന് ദൈവികമായ ലക്ഷ്യങ്ങളുണ്ടാവും. നമ്മളൊന്ന് മാറ്റി മറിച്ച് ദൈവ പൈതലായി എടുക്കാൻ വേണ്ടിയുള്ള
മോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ചില ഗിവൺ ആയിട്ടുള്ള ചില നമുക്ക് നൽകിയിട്ടുള്ള ചില തനത് ക്ലേശങ്ങളുണ്ടാകും. പറഞ്ഞോളൂ. പാപപരിഹാര ബലിയായി പറഞ്ഞേ. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ, അതായത് നമ്മളെയൊക്കെ ഓർത്തിട്ട് അവൻ്റെ സന്തതി പരമ്പരയാണ് ഈ കാലഘട്ടം 2000 കൊല്ലമായിട്ട് അവൻ്റെ രക്തത്തിൽ ജനിച്ചിട്ടുള്ള അവന് നാഥനും രക്ഷകനും ഏറ്റു പറഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി അവൻ നേടിയ നിത്യതയ്ക്ക് അവകാശം ലഭിച്ച ദൈവ പൈതലേ, അതാണ് സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അപ്പം അവൻ പ്രത്യാശ അർപ്പിക്കുകയും അവൻ്റെ വേദനയിൽ അവൻ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യണം. എന്നുവെച്ചാൽ ദീർഘായുസ് അവൻ്റെ ദീർഘായുസത്ത് ആയുസിൻ്റെ ദീർഘം എന്നുവെച്ചാൽ ഉയർപ്പാണ് ഉദ്ദേശിക്കുന്നത്. അവൻ പീഡാനുഭവത്തിൻ്റെ സമയത്ത് തന്നെ തിരുവുദ്ധാനത്തിൻ്റെ ആന്തരിക സന്തോഷം അനുഭവിച്ചവനാണ് ക്രിസ്തു. കൈയടിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ക്ലേശ കാലഘട്ടങ്ങളിൽ വിശ്വാസം നൽകണമേ. നിന്റെ സ്നേഹത്തിൽ നിറവാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഐസയ്യാ 53:10 മറന്നു പോകരുത്. അതായത് നമ്മുടെ ക്ലേശങ്ങളിൽ തന്നെ, ഓരോ ക്ലേശങ്ങളിലും തന്നെ നമ്മുടെ തിരുവുദ്ധാനത്തിൻ്റെ വിത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ടത്. പക്ഷെ നിങ്ങൾ ക്ലേശങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ദൈവസ്നേഹത്തോടെയാണ് ക്ലേശങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ 13:44 എന്താണ് 13:44 എന്താ പറയണത്? നിങ്ങൾ ദൈവരാജ്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ദൈവരാജ്യം എന്ന് പറഞ്ഞത് ക്രിസ്തുവാണേ. അതായത് നമ്മുടെ ജീവിതം ഇപ്പം തന്നെ ഈ മനുഷ്യൻ കർത്താവിൻ്റെ നാമത്തെ പ്രതി ഞാൻ പോയി ജീവിത പങ്കായി വിളിച്ചുകൊണ്ട് വരും. അമ്മായിയെന്ന് പറഞ്ഞാലും നാളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന കാരണം ഭാര്യ ചില മുഷ്കത്തടമൊക്കെ വീട്ടിൽ കാണിക്കുക. ചില പെണ്ണുങ്ങളെ നിങ്ങളൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് എന്നെ കണ്ണു പിടിച്ച് നോക്കേണ്ട കാര്യമില്ല. ചില പെണ്ണുങ്ങളെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ വന്നാൽ പിന്നെ നമ്മുടെ തലയിൽ കയറിയിരിക്കും. അത് ഇയാൾക്കറിയാം, ചില പെണ്ണുങ്ങളുടെ സ്വഭാവമാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവൾ ഞാനേ വരട്ടെ, ഞാൻ സ്വീകരിച്ചോളാം, അപ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുമല്ല എന്നാണ് അയാൾ പറയണത്. പക്ഷേ അതിന് ദൈവരാജ്യമില്ല. ദൈവരാജ്യം എന്താണ്? ഇവളുടെ അമ്മയോ ഇവൻ്റെ ജീവിതമോ ഇവളല്ല എൻ്റെ കക്ഷി ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പ്രതി ഞാൻ പോകും. നാണം കെട്ടാലും ആക്ഷേപം സഹിച്ചാലും അത് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കൂടെ വെക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ഞാൻ അവകാശിയാക്കും. കൈയടിച്ച് കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ ഉടമ്പടിയിലായോ എന്നറിയാനുള്ള ഇൻഡിക്കേറ്ററാണ്. ഇപ്പം കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് ഉണ്ടാവും അല്ലേ? അത് നമ്മൾ രാത്രിയിലും ആ ഇൻഡിക്കേറ്റർ ലാമ്പ് അവിടെ കിടക്കും. അപ്പോൾ അതിൽ കറണ്ട് ഇല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ലാമ്പ് കെട്ടുപോകും. നമ്മൾ ഉടമ്പടിയിലാണോ എന്നറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ആന്തരിക സന്തോഷം. മനസ്സിലായില്ലേ? രോഗികളെ കാണാൻ പോകുമ്പോഴും നമുക്കുള്ളിൽ സന്തോഷം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഓർക്കുക, ഈ 13:44 വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. അത് ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ? നിങ്ങൾ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് രോഗികളെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ നാമത്തെ എല്ലാവരും അറിയിക്കാൻ വേണ്ടി ദൈവം എന്നെ അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് തിരഞ്ഞെടുത്തല്ലോ കർത്താവേ, എൻ്റെ ആയുസ്സിൽ ഒത്തിരി സ്ഥലത്ത് അവസാനം വരെ നിന്നെ അറിയിക്കാൻ ഇതുപോലെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന 10,000 ആൾക്കാർ ഉടമ്പടിയിലുണ്ട്. പക്ഷേ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കക്കാൻ പോണ പോലെ പത്രം കൊടുക്കാൻ പോണത്. അങ്ങനെ അവർ കാണും, അവർ പറയുമോ എന്ത് ദൈവമേ. അപ്പോൾ ഇങ്ങനെ ചങ്കിടിച്ചും ചുണ്ടി പറച്ചുമൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ യു ആർ നോട്ട് ഇൻ കവനൻറ്റ്, നിങ്ങൾ ഉടമ്പടിയിലല്ല, ആന്തരിക സന്തോഷമില്ല, നിങ്ങൾക്ക് ഭാരമാണ്. ആന്തരിക സന്തോഷം വേണമെങ്കിൽ യു മസ്റ്റ് ലവ് ഓഫ് ഗോഡ്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ദൈവസ്നേഹം വർദ്ധിക്കുക. പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം. ദൈവസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്.
എന്ത് ചെയ്യണം? ചെയ്യണ കാര്യങ്ങളെല്ലാം അവൻ്റെ നാമത്തിൽ ചെയ്യണം. 10:42 എടുത്തേ, മത്തായി സുവിശേഷം. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ്. ഇത് ലൂക്കിൻ്റെ ഒക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് പറയും, എൻ്റെ നാമത്തിലെന്ന് പറയും. ഈ ചെറിയൊരുവന് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പത്രം വെള്ളം കൊടുക്കണവന് പ്രതിഫലം ലഭിക്കും. എന്താണ് ആ പ്രതിഫലം? ആ പ്രതിഫലം ദൈവസ്നേഹം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച് നോക്കിയാൽ മനസ്സാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ആ നാമത്തിൽ ആണ് ചെയ്യണതെങ്കിൽ എന്നിട്ട് ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങൾ ചെയ്യണ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ, ഇപ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ പോണവരുണ്ട്. ഇപ്പം തന്നെ ഈ അനുവിജയൻ്റെ അടുത്ത് അനുവിജയൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അയൽവാസി ഒരാൾ വീട്ടിൽ വന്ന്, അപ്പോൾ അനുവിജയൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിൽ പോകണം, പക്ഷെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോകാതിരിക്കണത് എന്ന് പറയും. അപ്പോൾ അനുവിജയൻ അത് കേൾക്കും. കേട്ട് അവളുടെ മാല പണയം വെച്ച കാശ് കുറേ കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുക്കും. ചേട്ടായി ആശുപത്രി പോകും എന്ന് പറയും. അവളെന്താ ചെയ്യണത്? അത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പറ്റി അവൾ ചെയ്യണത്. ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പറ്റിയാണ് ചെയ്യണത്. കാര്യത്തിൽ ഈ ചെയ്യണ കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അനുവിജയൻ്റെ വിഷയം അതല്ല. അവളുടെ വിഷയം PSCക്ക് എഴുതിയിട്ടുണ്ട്. അവളുടെ ഏജ് ഓവറാകാൻ പോണേ. അവളേക്കാൾ എഴുതിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഹൈ റാങ്ക് ഉള്ളവരും അവരെക്കാൾ മെച്ചമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവൾക്കിത് മാത്രമേ ആശ്രയിക്കാനുള്ളൂ. വേറെ ഒരു ഗതി പിടിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ലിവിങ് ഓൺ ദി എഡ്ജ് എന്ന് പറഞ്ഞ പോലുള്ള ഒരു അറ്റത്ത് ജീവിക്കുന്ന ആളാണ്, വിധിയുടെ അറ്റത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണ്? ഇയാൾക്ക് ഈ പണം കൊടുക്കുമ്പോഴും ദൈവമേ എങ്ങനെയെങ്കിലും എൻ്റെ PSCക്കൊന്ന് കരകയറ്റണം എന്നാണ് അവൾ പറയേണ്ടത്. പക്ഷെ അവളതല്ല പറയണത്, എന്നാൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. ഇതാണ് വിഷയം. ഈ കളികൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. നിങ്ങളിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയും ഇതെങ്ങനെയെങ്കിലും എന്ത് ചെയ്താലും എന്ത് തൊന്തരവ് ചെയ്താലും കുഴപ്പമില്ല, PR എൻ്റെ മകൾക്ക് PR കിട്ടിയാൽ മതി. ഇങ്ങനെ കുറേ പെരിച്ചാഴികളുണ്ട്. മിക്കവാറും ആളെയൊന്നും പുറത്തിറക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ദുരുവിനിയോഗിക്കുകയാണ്. ദൈവത്തിന് ഇവിടെ വലിയ ചാൻസൊന്നുമില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ തൂക്കാൻ നിന്ന് കൊടുക്കരുത്. കാര്യം ഞാൻ നിന്നെ തൂക്കി നോക്കി, മേനെ തെക്കലോ ബാർസൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ദാനിയേൽ 5 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. ദാനിയേൽ 5:25 മുതൽ 27 വരെ. ദാനിയേൽ 5:25. ആ ലിഖിതം ഇതാണ്: മേനെ മേനെ തെക്കേൽ പാർസീൻ. ഇതാണ് അർത്ഥം: മേനെ, ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവം ഒരാളെ തൂക്കുമ്പോൾ കുറവുള്ളവനായി കാണപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? തൂക്കമുള്ള ദൈവത്തിരുസന്നിധി തൂക്കമുള്ള അളവും തൂക്കമുള്ള ആൾക്കാരായിരിക്കണം. അളവും തൂക്കമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ചെയ്യേണ്ടത്, ദൈവസ്നേഹത്തെ പ്രതി. അല്ലാതെ നിങ്ങൾ സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം തൂക്കി നോക്കുമ്പോൾ ഇത് ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുകയാണ്. അതിപ്പോൾ ഇവിടെ ഏതും ഇവിടെ നരകത്തിലാണ് ഇനി അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നരകത്തിൽ പോയിക്കൊള്ളൊരു പ്രശ്നമില്ല. അവർക്ക് കാര്യം കണ്ടാൽ മതി. ഇതൊക്കെ ദൈവത്തെ അറിയാം. ഇവിടെ ഇപ്പോൾ ഉടമ്പടിയെങ്കിൽ ഉടമ്പടി. ഇനിയിപ്പോൾ നരകത്തിലാണ് പിശാസാണ് ഈ സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചോ, PR ഈ ഇട്ടിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളൂ, ഒരു പ്രശ്നമൊന്നുമില്ല. ആ വയറ്റിപ്പഴപ്പുകാരെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ദൈവത്തിനെയും അവർ മാറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരം പറഞ്ഞ പോലെ ഞാൻ നിന്നെ തൂക്കി നോക്കി, എന്ത് പറ്റി? നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ട് എന്താണ്? മേനെ തെക്കൽ വാർസിൻ, ഞാൻ നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കണമെന്ന്. പണിയല്ലേ, വെറുതെ വന്ന് പണി മേടിക്കേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ജീവിതത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നതാണ്. അതായത് നീ ദൈവത്തിൽ നിന്ന് തെറിച്ചു പോകാനുള്ള സമയമായെന്ന്.
കാര്യം ദൈവം കുറേ കഴിഞ്ഞാൽ പിന്നെ നിന്നെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ, ജഡിക വാസനയുള്ള ലോകസന്തതിയാണ്. ഇതിനെയും ചുവന്നുകൊണ്ടിട്ട് ഒരു കഥയും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പോകാനുള്ള. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവദർശനം നിൽക്കുമ്പോൾ വളരെ ആധ്യാത്മികമായ ബുദ്ധി ഉപയോഗിക്കണം. എന്താണ്, ദൈവത്തിൻ്റെ ആ ഒരു ദൈവമേഖലയിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളും. കാരണം നിങ്ങളെ മക്കൾ, എൻ്റെ മക്കളുടെ വിസ, എൻ്റെ മക്കളുടെ PR, എൻ്റെ സ്ഥലം വിൽക്കണം, എൻ്റെ ജപ്തി മാറണം, ആ വിഷയം സെക്കൻഡറിയാക്കി കൊണ്ടുവരണം. ഫസ്റ്റ് വിഷയം എന്താണ്, നിങ്ങൾ ദൈവസംഘത്തിൽ വളർന്നിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ആംബിയർ ആർജിക്കുന്നത് ഫസ്റ്റ് ആദ്യ തലത്തിൽ വരണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഞാനും അങ്ങും തമ്മിലുള്ള ബന്ധത്തില് സത്യസന്ധതയും വിശ്വസ്തതയും നിറവേറ്റിക്കൊണ്ട് ദൈവസ്നേഹത്തിന് ദൈവത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവേ ആധ്യാത്മിക നിലവാരത്തെ അങ്ങ് ഉയർത്തണമേ. ശ്രുതികടെ Hallelujah.